മലയാള സിനിമ പൂർത്തിയാവണമെങ്കിൽ അതിൽ ആദ്യം ചേർത്ത് വായിക്കേണ്ട പേരുകളിൽ ഒന്നാണ് മോഹൻലാൽ. ലോകത്തിലെ ആദ്യ 10 മികച്ച നടന്മാരുടെ പേരുകൾ ചേർത്താൽ അതിൽ ആദ്യം വരുന്ന പേരാണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒരിക്കലും താരതമ്യപ്പെടുത്താനാവാത്തതാണ് എന്നതിൽ സംശയം വേണ്ട. തിരനോട്ടത്തിൽ തുടങ്ങി ഇന്ന് തുടരും വരെ എത്തി നിൽക്കുന്ന സിനിമാ ജീവിതത്തിൽ നിരവധി ഉയർച്ച താഴ്ചകൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. 65-ാം വയസ്സിലേക്ക് കടക്കുമ്പോഴും മോഹൻലാൽ എന്ന പേരിന് മാത്രമേ പ്രായം കൂടുന്നുള്ളൂ. പ്രതിഭാധനനായ ഈ താരത്തിന് പ്രേക്ഷക മനസ്സിൽ നിന്നും ലാലേട്ടൻ എന്ന സ്ഥാനം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അംഗീകാരങ്ങളും നേട്ടങ്ങളും ഒരിക്കലും മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കാൻ സാധിക്കാത്തതാണ്. 40 വർഷത്തിലധികമായി ഇന്നും സിനിമാ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ ഭരത് മോഹൻലാലിനെ കുറിച്ച് ആർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. മോഹൻലാലിൻ്റെ കയ്യിൽ ഏതു വേഷവും ഭദ്രമാണ്. അത് കോമഡിയാണെങ്കിലും സീരിയസ് റോളുകളാണെങ്കിലും എല്ലാം. സൂപ്പർ സ്റ്റാറിൻ്റെ നിരവധി കോമഡി ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്ററുകളായി മാറിയിട്ടുണ്ട്. മറ്റു ഭാഷകളിലെ സംവിധായകർ വരെ ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മൊഴിമാറ്റം ചെയ്ത് സംവിധാനം ചെയ്തിട്ടുണ്ട്. പല സിനിമകളിലും റീമേക്ക് ചെയ്യുന്നതിൽ വിജയവും നേടിയിട്ടുണ്ട്. മണിച്ചിത്രത്താഴ്, ബോയിങ് ബോയിങ്, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, കിലുക്കം, തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടത്. 80-90 കാലഘട്ടങ്ങളിൽ മോഹൻലാലിനൊപ്പം മലയാള സിനിമ അടക്കി ഭരിച്ച മറ്റൊരു താരം ഇല്ലെന്ന് തന്നെ പറയാം. 80കളിലാണ് തൻ്റെ കരിയറിന് മോഹൻലാൽ തുടക്കം കുറിച്ചത്. ഈ കാലഘട്ടത്തിൽ ഓരോ 15 ദിവസത്തിനിടയിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ തുടർച്ചയായി റിലീസ് ചെയ്തിരുന്നു എന്നതാണ് സത്യം. 1986-ൽ അദ്ദേഹത്തിന് ഏകദേശം 35 സിനിമകളാണ് റിലീസ് ചെയ്തത്. അതിനടുത്ത 10 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ 170 സിനിമകളാണ് റിലീസ് ചെയ്യപ്പെട്ടത്. ലാലേട്ടൻ എന്നാൽ ഒരു താരം മാത്രമല്ല, നല്ലൊരു ഗുസ്തി ചാമ്പ്യൻ കൂടിയാണ്. 1977-78 കാലങ്ങളിൽ മോഹൻലാലിനെ തേടി കായിക രംഗത്ത് നിരവധി അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തെങ്കിലും ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നരേന്ദ്രനാവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗം. എന്നാൽ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് സത്യം. അതിനുശേഷം ലോകം കണ്ട ഏറ്റവും മികച്ച നടന്മാരിലേക്കുള്ള ലാലേട്ടൻ്റെ വളർച്ചയാണ് നമ്മൾ കണ്ടത്. 2012-ൽ ദക്ഷിണ കൊറിയയിലെ സിയോളിലുള്ള വേൾഡ് തൈക്കോണ്ടോ ആസ്ഥാനം മോഹൻലാലിന് തൈക്കോണ്ടോയിൽ ബ്ലാക്ക് ബെൽറ്റ് ഓണററി പദവി നൽകി ആദരിക്കുകയുണ്ടായി. ഈ പദവിയിൽ എത്തപ്പെടുന്ന 3ാമത്തെ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. കായികപ്രേമിയായ ഇദ്ദേഹത്തിന് നിരവധി ആയോധന കലകൾ അഭ്യസിക്കുന്നതിലുള്ള താൽപ്പര്യം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. 2009-ലാണ് മോഹൻലാലിനെ രാജ്യം ടെറിട്ടോറിയൽ ആർമിയിൽ ഹോണററി ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിച്ചത്. ഇന്ത്യയിൽ സൈനിക ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ താരമാണ് ഇദ്ദേഹം. സകലകലാ വല്ലഭൻ എന്നും ഇദ്ദേഹത്തെ സംശയമില്ലാതെ വിളിക്കാവുന്നതാണ്. പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനൊപ്പം ചേർന്ന് 2008-ൽ എസ്കേപ്പ് ആർട്ടിസ്റ്റ് പരിശീലനവും അദ്ദേഹം നേടി. എന്നാൽ ഈ കാര്യം അപകടമാണെന്ന് ആരാധകരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് പരിപാടി റദ്ദാക്കുകയായിരുന്നു. മുൻ ലോകസുന്ദരിയും താരവുമായ ഐശ്വര്യ റായുടെ ആദ്യത്തെ നായകനായിരുന്നു മോഹൻലാൽ. 1997-ൽ പുറത്തിറങ്ങിയ ഇരുവർ എന്ന മണിരത്നം ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ MGR ആയി തമിഴ് സിനിമയിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചു മോഹൻലാൽ. മോഹൻലാലിൻ്റെ അഭിനയം ദൈവത്തിന് സമാനമാണ് എന്നാണ് ഐശ്വര്യ റായ് ഈ അവസരത്തിൽ പറഞ്ഞത്. 2 ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ഇരുവർ. ആദ്യ സിനിമയായ തിരനോട്ടത്തിനുമുണ്ട് പ്രത്യേകത. സെൻസർ ബോർഡ് സെൻസർ ചെയ്ത ശേഷം ഈ സിനിമ 2013-ൽ, അതായത് 25 വർഷത്തിന് ശേഷമാണ് റിലീസ് ചെയ്തത്. തൻ്റെ ജീവിതത്തിലെ സിനിമാ മേഖലയിലെ ആദ്യ സംവിധാനത്തിന് മോഹൻലാൽ തുടക്കമിട്ടത് 2024-ലാണ്. ബറോസ് എന്ന 3D സിനിമ സംവിധാനം ചെയ്യുക വഴി സംവിധായകൻ്റെ കുപ്പായവും അദ്ദേഹം അണിഞ്ഞു. സിനിമാ മേഖലയിലെ സൗഹൃദത്തിൽ ആരാധകർ എന്നും ഉറ്റുനോക്കിയിരുന്നതാണ് മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ട്. 55-ലധികം ചിത്രങ്ങളിലാണ് ഇവർ ഒന്നിച്ചഭിനയിച്ചത്. 1982-ൽ പടയോട്ടം എന്ന സിനിമയിൽ തുടങ്ങിയ സൗഹൃദം ഇന്നും മങ്ങലേൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിനെ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിൽ കാണുമ്പോൾ പലരും ആദ്യം ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാച്ചാണ്. അത്രയേറെ വിലയേറിയ വാച്ച് ശേഖരം തന്നെ അദ്ദേഹത്തിനുമുണ്ട് എന്നതിൽ സംശയം വേണ്ട. നിരവധി വിലയേറിയ ബ്രാൻഡുകളാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലുള്ളത്. പാതെക് ഫിലിപ്പ്, റോളെക്സ്, ഓഡോമോസ് പിഗ്വേ, ബ്രെഗ്യൂറ്റ്, മോൺ ബ്ലാക്ക് തുടങ്ങി ബ്രാൻഡുകളുടെ വാച്ചുകൾ ഇതിൽ ചിലരാണ്.
കരിയറിലും ജീവിതത്തിലും വിജയിച്ച് നിൽക്കുമ്പോഴും ആരോഗ്യത്തിനും വ്യായാമത്തിൻ്റെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം ചെയ്യാറില്ല. ദിവസവും 2 മുതൽ 3 മണിക്കൂർ വരെ സമയം അദ്ദേഹം വ്യായാമത്തിനായി മാറ്റിവെക്കാറുണ്ട്. അത് യാത്രയിലായാലും ഷൂട്ടിങ്ങിനിടയിലായാലും അത്തരത്തിൽ തന്നെയാണ് ദൈനംദിന ശീലങ്ങൾ. തൻ്റെ 63 വയസ്സിനിടയിലും 100 കിലോ വരെ ഉയർത്തുന്ന വീഡിയോയും സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ആരാധകർക്കായി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇന്നും അദ്ദേഹം പിന്തുടർന്നു വരുന്നതാണ് 4D ഫോർമുല. അതായത് ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡയറ്റ് എന്നിവ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ശീലങ്ങൾ. പാചകം വളരെയധികം ഇഷ്ടപ്പെടുന്ന അദ്ദേഹം തൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അങ്ങേയറ്റം ശ്രദ്ധാലുവാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് മോഹൻലാൽ എന്നും ലാലേട്ടനാണ്. കൂടാതെ ആത്മീയതയും മെഡിറ്റേഷനും എല്ലാം അദ്ദേഹത്തിൻ്റെ ശീലങ്ങളിൽ ചിലതാണ്. ഇനിയുമേറെ കാലം മലയാളികളുടെ പ്രിയതാരം ലാലേട്ടനായി നമുക്കിടയിൽ അദ്ദേഹം ഉണ്ടാകും.